ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ അറബിക് ഓൺലൈൻ ക്ലാസ്. നമ്മൾ ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ അബഖരിയും മിൻ അബിനായി കേരള എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. മലയാളത്തിലെ പ്രശസ്ത അറബി സാഹിത്യകാരനായ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയെക്കുറിച്ചാണ് നമ്മുടെ ഈ പാഠഭാഗം പ്രതിപാദിക്കുന്നത്. ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അറബ് ലോകത്ത് പ്രശസ്തനായ ഒരു മലയാളി പണ്ഡിതനായിരുന്നു. അദ്ദേഹം അറബി സാഹിത്യത്തിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ പാഠഭാഗം പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അബഖരിയുൻ മിൻ അബിനായി കേരള, കേരളീയരിൽ നിന്നുള്ള ഒരു പ്രതിഭ. അബഖരി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനിയസ് എന്നാണ്, അഥവാ പ്രതിഭ. അബിനാവ് കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മക്കൾ. ഇബിനി എന്നതിൻ്റെ ബഹുവചനമാണ് അബിനാ എന്നുള്ളത്. അപ്പോൾ അബഖരിയുൻ മിൻ അബിനായി കേരള എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളീയരിൽ നിന്നുള്ള ഒരു പ്രതിഭ എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയെക്കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്. ഹൽ താരിഫൂന റിവായത്ത ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവൽ നിങ്ങൾക്കറിയുമോ? മലയാളത്തിലെ പ്രശസ്ത നോവലാണ് ചെമ്മീൻ എന്നുള്ളത്. 1956 അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ നോവലിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ പരിചയം ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയായിരിക്കും. യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം മാത്രമാണ് ചെമ്മീൻ എന്ന ഈ ഫിലിം. ഹൽ താരിഫൂന, നിങ്ങൾക്കറിയുമോ റിവായത്ത ചെമ്മീൻ, ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. റിവായത്ത് എന്ന് പറഞ്ഞാൽ നോവൽ. മൻ മുഅല്ലിഫു ഹാദിഹി റിവായ, ഈ നോവലിൻ്റെ രചയിതാവ് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ് ഈ നോവലിൻ്റെ രചയിതാവ്. ഹൽ തുർജിമത്ത് ഹാദിഹി റിവായത്തു ഇല ലുഗത്തുൽ അറബിയ, ഈ നോവൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മൻ ഖാമ ബി തർജുമത്തി ഹാദിഹി റിവായ, ഈ നോവലിനെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? തർജുമ എന്ന് പറഞ്ഞാൽ വിവർത്തനം. മൻ ഖാമ ബി തർജുമത്തി ഹാദിഹി റിവായ, ഈ നോവലിനെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയാണ് ചെമ്മീൻ എന്ന മലയാള നോവലിനെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ഇവ നമ്മുടെ പാഠഭാഗത്തിലേക്കുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യനുകളാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. ഹുവ അദ്ദുക്തൂർ മുഹിയുദ്ദീൻ ആലുവായി കാത്തിബുൻ മഷ്ഹൂറുൻ വ മുദർരിസുൻ അബഖരിയുൻ മിൻ വിലായത്തി കേരള. ഹുവ, അദ്ദേഹം, അഥവാ അദ്ദുക്തൂർ മുഹിയുദ്ദീൻ ആലുവായി, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി എന്നവർ. ആലുവായി എന്ന് പറയാൻ കാരണം എറണാകുളം ജില്ലയിലെ ആലുവ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് ആ നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആലുവായി എന്ന് പറയുന്നത്, അഥവാ ആലുവക്കാരൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹുവ ദുക്തൂർ മുഹിയുദ്ദീൻ ആലുവായി, ആലുവക്കാരനായ ഡോക്ടർ മുഹിയുദ്ദീൻ എന്നവർ കാത്തിബുൻ മഷ്ഹൂറുൻ, പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ. വ മുദർരിസുൻ അബഖരിയുൻ, പ്രഗത്ഭനായ ഒരു അധ്യാപകനുമാണ്. മിൻ വിലായത്തി കേരള, കേരളത്തിൽ നിന്നുള്ള. അപ്പോൾ കേരളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും പ്രഗത്ഭനായ ഒരു അധ്യാപകനുമാണ് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി എന്നവർ. വുലിദ, അദ്ദേഹം ജനിച്ചു. ഫി അവ്വലി യൂനിയു സനത്ത 25 വ 19 മീലാദിയ, 1925 ജൂൺ 1 അദ്ദേഹം ജനിക്കുന്നത്. യൂനിയു എന്ന് പറഞ്ഞാൽ ജൂൺ എന്നർത്ഥം. ഫി ഖറിയത്തി വേലിയത്തുനാട് ഖരീബത്തി മിൻ മദീനത്തി ആലുവ, ആലുവ പട്ടണത്തിൻ്റെ തൊട്ടടുത്തുള്ള വേലിയത്തുനാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം, മദീനത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം. ഖരീബത്തും മിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയർ ടു, അഥവാ തൊട്ടടുത്തുള്ള എന്നാണ്.
ആലുവ എന്ന് പറഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലെ ഒരു പ്രശസ്ത പട്ടണമാണ് ആലുവ എന്നുള്ളത്. അപ്പോൾ വുലിദ ഫി അവലി യൂനിയു സനത്ത ഹംസിം വൈഷിരീൻ വ തിസ്ഇ അഷറ മിഅ മീലാദിയ ഫി ഖറിയത്തി വേലിയത്തുനാട് ഖരീബത്തി മിൻ മദീനത്തി ആലുവ. ആലുവക്കടുത്തുള്ള വേലിയത്തുനാട് എന്ന ഗ്രാമത്തിൽ 1925 ജൂൺ 1 മുഹിയുദ്ദീൻ ആലുവ എന്നവർ ജനിക്കുന്നത്. വക്കാന വാലിദുഹു അഷേഖ് മക്കാർ മൗലവി. അദ്ദേഹത്തിൻ്റെ പിതാവ് മക്കാർ മൗലവി എന്നവരായിരുന്നു. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, വാലിദത്ത് എന്ന് പറഞ്ഞാൽ മാതാവ്. അപ്പോൾ വക്കാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു അഷേഖ് മക്കാർ മൗലവി. മക്കാർ മൗലവി എന്നവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ മുഹിയുദ്ദീൻ ആലുവായി ആരാണ്, അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ദറസ ഷെയ്ഖ് മുഹിയുദ്ദീൻ ആലുവായി. മുഹിയുദ്ദീൻ ആലുവായി എന്നവർ പഠിച്ചു. ദറസ എന്ന് പറഞ്ഞാൽ പഠിക്കുക. അൽ ലുഗത്തൽ അറബിയ അറബി ഭാഷയെയും വൽ ഉലൂമദ്ദീനിയ ദീനി വിജ്ഞാനങ്ങളെയും അവലൻ ആദ്യമായി അലാ വാലിദിഹി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ മക്കാർ മൗലവിയിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി അറബി ഭാഷയും ദീനി വിജ്ഞാനങ്ങളും നുകർന്നത് എന്നർത്ഥം. സുമ്മൻ തഖലില മലൈബാർ. പിന്നീട് അദ്ദേഹം മലബാറിലേക്ക് പോയി. ലിയൽ തഹിഖ ബിക്കുല്യത്തി ദാരുൽ ഉലൂം അൽ അറബിയ ബി വായക്കാട്. വായക്കാട് എന്ന പ്രദേശത്തെ ദാറുൽ ഉലൂം അറബിക് കോളേജിൽ ചേരാൻ വേണ്ടി. ഇൻതഖലില എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക, പോവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇൽത്തഹഖ ഇൽത്തഹിഖ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എടുക്കുക, ചേരുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കോളേജ്. അൽ കുല്ലിയത്തുൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബിക് കോളേജ്. അപ്പോൾ സുമ്മൻ തഖലില മലൈബാർ. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും ദീനി വിജ്ഞാനങ്ങളും അറബി ഭാഷയുമൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഉപരിപഠനത്തിനായി മലബാറിലേക്ക് പോയി. ലിയൽതഹിഖ ബിക്കുല്ലിയത്തി ദാറുൽ ഉലൂം അൽ അറബിയ ബി വായക്കാട്. വായക്കാട് എന്ന ദേശത്തെ ദാറുൽ ഉലൂം അറബിക് കോളേജിൽ ചേരാൻ വേണ്ടി. സുമ്മൽതഹഖ ബിക്കുല്ലിയത്തിൽ ബാഖിയാത്ത് അസ്സാലിഹാത്ത് അൽ അറബിയ ബി വെല്ലൂർ. പിന്നീട് അദ്ദേഹം വെല്ലൂരിലെ, അഥവാ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ് വെല്ലൂർ എന്നുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന പ്രദേശത്തെ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന അറബിക് കോളേജിൽ അദ്ദേഹം ചേർന്നു. സുമ്മ പിന്നീട്, അഥവാ വായക്കാട്ടെ ദാറുൽ ഉലൂം അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇൽത്തഹഖ അദ്ദേഹം ചേർന്നു ബിക്കുല്ലിയത്തി ബാഖിയാത്തി സ്വാലിഹാത്ത് അൽ അറബിയ ബി വെല്ലൂർ. വെല്ലൂരിലെ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന അറബിക് കോളേജിൽ. വ തഖറജ ഫിഹ ബി ഷഹാദത്തി അൽ മൗലവി അൽ ഫാദിൽ. ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നും അൽ മൗലവി ഫാദിൽ എന്ന സർട്ടിഫിക്കറ്റോട് കൂടെ അദ്ദേഹം ബിരുദധാരിയായി. തഖറജ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്, അഥവാ ബിരുദധാരിയാവുക എന്നർത്ഥം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ വ തഖറജ ഫിഹ ബി ഷഹാദത്തി അൽ മൗലവി അൽ ഫാദിൽ. മൗലവി ഫാദിൽ എന്ന ബിരുദം അദ്ദേഹം ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്നും കരസ്ഥമാക്കി. സുമ്മ ഹസല അലാ ഷഹാദത്തി അഫ്ളലിൽ ഉലമ ആമ 49 വ 19 മീലാദിയ മിൻ ജാമിയത്ത് മദ്രാസ്. പിന്നീട് അദ്ദേഹം 1949 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഫ്ളലുൽ ഉലമ ഡിഗ്രി കരസ്ഥമാക്കി. സുമ്മ ഹസല പിന്നീട് അദ്ദേഹം കരസ്ഥമാക്കി അലാ ഷഹാദത്തി അഫ്ളലിൽ ഉലമ. അഫ്ളലുൽ ഉലമ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കി ആമ 49 വ 19 മീലാദിയ. 1949 അദ്ദേഹം അഫ്ളലുൽ ഉലമ ഡിഗ്രി കരസ്ഥമാക്കി മിൻ ജാമിയത്ത് മദ്രാസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ജാമിയത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ജാമിയത്തു കാലിക്കത്ത് എന്ന് പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. ജാമിയത്ത് കണ്ണൂർ എന്ന് പറയും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ ജാമിയത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. വ റഹല ഇല മിസ്ർ സനത്ത 50 വ 19 മീലാദിയ. 1950 അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. റഹല ഇല എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മിസ്ർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത്.
അപ്പോൾ 1950 അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. ലിയൽ തഹിഖ ബിജാമിൽ അസ്ഹരി ഷരീഫ്, ഈജിപ്തിലെ പ്രശസ്ത കലാലയമായ അസ്ഹറു ഷരീഫിൽ ചേരാൻ വേണ്ടി. എന്തിനാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്? ലിദ്ദിറാസത്തി വൽ ബഹ്സി, ഉന്നത പഠനത്തിനും റിസേർച്ചിനും വേണ്ടി. ബഹ്സ് എന്ന് പറഞ്ഞാൽ റിസേർച്ച് അഥവാ ഗവേഷണം. അപ്പോൾ ഗവേഷണവും ഉന്നത പഠനവും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം 1950 ഈജിപ്തിലെ പ്രശസ്ത കലാലയമായ അസ്ഹറു ഷരീഫിലേക്ക് യാത്ര തിരിച്ചു. വ നുഷിറത്ത് മക്കാലാത്തുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നുഷിറ എന്ന് പറഞ്ഞാൽ ടു പബ്ലിഷ്, പ്രസിദ്ധീകരിക്കപ്പെടുക. മക്കാലത്തുൻ ജമ്മ് മക്കാലാത്ത് അഥവാ ലേഖനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫി മജല്ലാത്തി അൽ മജ്ലിസിൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്ന എഡ്യൂക്കേഷൻ ബോഡിയുടെ പ്രസിദ്ധീകരണങ്ങളിലും വൽ അക്കാദമിയിൽ അദബിയിൽ ഹിന്ദി, ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. മജല്ലത്തുൻ ജമ്മ് മജല്ലാത്ത് അഥവാ മാഗസിൻ, പ്രസിദ്ധീകരണങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ മജ്ലിസുൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ, ലിൽ അലാഖാത്തി സഖാഫിയ അഥവാ കൾച്ചറൽ റിലേഷൻസ്. അപ്പോൾ അൽ മജ്ലിസുൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നർത്ഥം. അത് 1950 മൗലാന അബുൽ കലാം ആസാദ് രൂപം കൊടുത്ത ഒരു എഡ്യൂക്കേഷൻ ബോഡിയാണ് അത്. ഈ എഡ്യൂക്കേഷൻ ബോഡിയുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ അക്കാദമിയിൽ അദബിയിൽ ഹിന്ദി, ഇന്ത്യൻ സാഹിത്യ അക്കാദമി, ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വഹസല അല ദുക്തൂറ, അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. മിൻ ജാമിൽ അസ്ഹരി ഷരീഫ്, അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഹൗല മൗലൂയി അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫി ഷിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ സനത്ത 71 മീലാദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക ദാവി പ്രവർത്തനങ്ങളും അതിൻ്റെ വളർച്ചയും എന്ന വിഷയത്തിൽ അദ്ദേഹം 1971 അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. വഹസല, അദ്ദേഹം കരസ്ഥമാക്കി അല ദുക്തൂറ, ഡോക്ടറേറ്റ് മിൻ ജാമിയത്തിൽ അസ്ഹരി ഷരീഫ്, അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഹൗല മൗലൂയി, മൗലൂ എന്ന് പറഞ്ഞാൽ വിഷയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ദാവി പ്രവർത്തനങ്ങൾ. വ തതവ്വുറുഹ ഫി ഷിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിൻ്റെ വളർച്ചയും എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ചെയ്തത്. സനത്ത 71 മീലാദിയ, 1971 അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. സുമ്മ തവജ്ജഹൽ ആലുവാഇയു ഇലൽ ജസീറത്തിൽ അറബിയത്തി സനത്ത് 77 മീലാദിയ. പിന്നീട് അദ്ദേഹം 1977 അറേബ്യൻ ഉപദ്വീപുകളിലേക്ക് യാത്ര തിരിച്ചു. സുമ്മ തവജ്ജഹൽ ആലുവാഇയു, മുഹിയുദ്ദീൻ ആലുവായി എന്നവർ പിന്നീട് യാത്ര തിരിച്ചു. തവജ്ജഹ ഇല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് മുന്നിടുക, യാത്ര തിരിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലൽ ജസീറത്തിൽ അറബിയ, അറേബ്യൻ ഉപദ്വീപുകളിലേക്ക്. ഇന്നത്തെ സൗദി അറേബ്യ അടക്കമുള്ള അറബ് ദേശത്തെയാണ് ജസീറത്തുൽ അറബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സനത്ത 77 മീലാദിയ, 1977. വതവല്ല മനാസിബ ആലിയത്തൻ ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ ഫിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഉന്നത പോസ്റ്റുകൾ കൈകാര്യം ചെയ്തു. വതവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. മനാസിബ ആലിയത്തൻ, ഉയർന്ന പോസ്റ്റുകൾ. മൻസബ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, പോസ്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് മനാസിബ് എന്നുള്ളത്. ആലിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന. അപ്പം മനാസിബ് ആലിയ എന്ന് പറഞ്ഞാൽ ഹൈ പോസ്റ്റ്, ഉയർന്ന സ്ഥാനം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വതവല്ല, മുഹിയുദ്ദീൻ ആലുവ എന്നവർ ഏറ്റെടുത്തു, അദ്ദേഹം വഹിച്ചു. മനാസിബ ആലിയത്തൻ, ഉയർന്ന ഒരുപാട് പോസ്റ്റുകൾ. ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ,
ഫിൽ മദീനത്തിൽ മുനവ്വറ, മദീനയിലെ ഇസ്ലാമിക സർവകലാശാലയിൽ അദ്ദേഹം ഉയർന്ന ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചു. വനുഷിറത്ത് മഖാലാത്തുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫിൽ ജറായിദിൽ യൗമിയ, ദിനപത്രങ്ങളിലും വൽ മജല്ലാത്തിൽ അദബിയ, സാഹിതീയ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫിഹ, ആ അറേബ്യൻ ദേശത്തുള്ള, അപ്പോൾ അറേബ്യൻ ദേശത്തുള്ള ഒരുപാട് സാഹിതീയ ഗ്രന്ഥങ്ങളിലും ഒരുപാട് ദിനപത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജരീദത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ജറായിദ് എന്നുള്ളത്, അഥവാ പത്രങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ജറായിദുൽ യൗമിയ എന്ന് പറഞ്ഞാൽ ദിനപത്രങ്ങൾ. മജല്ലത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് മജല്ലാത്ത് എന്നുള്ളത്, അഥവാ പ്രസിദ്ധീകരണങ്ങൾ, മാഗസിൻസ്. അൽ അദബിയ എന്ന് പറഞ്ഞാൽ സാഹിതീയ. അപ്പോൾ അൽ മജല്ലത്തുൽ അദബിയ എന്ന് പറഞ്ഞാൽ സാഹിതീയ കൃതികൾ, സാഹിതീയ പ്രസിദ്ധീകരണങ്ങൾ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്? മിസ്ല ജരീദത്തി അൽ മദീന അല്ലത്തി തുസ്ദറു മിൻ ജിദ്ദ, ജിദ്ദയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന അൽ മദീന എന്ന പത്രം പോലെ. വ മജല്ലത്തി അൽ ജാമിയത്തുൽ ഇസ്ലാമിയ, അൽ ജാമിയത്തുൽ ഇസ്ലാമിയ എന്ന മാഗസിൻ പോലെ. വഗൈരിഹ, അതുപോലത്തെ മറ്റു മാഗസിനുകളിലും മറ്റു പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അൽ മദീന എന്നുള്ളത് ഒരു പത്രത്തിൻ്റെ പേരാണ്. അത് ജിദ്ദയിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. തുസ്ദറു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ജിദ്ദയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന അൽ മദീന എന്ന് പറയുന്ന പത്രത്തിലും അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മറ്റൊരു മാഗസിനാണ് അൽ ജാമിയത്തുൽ ഇസ്ലാമിയ എന്നുള്ളത്. ആ മാഗസിനിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. വഖദ് ഇൻതഖല ദുക്തൂർ ആലുവായി ഇലാ ദിമ്മത്തില്ല, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ഇൻതഖല ഇലാ ദിമ്മത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയാവുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അഥവാ മരണപ്പെട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അദ്ദേഹം മരണപ്പെട്ടു. ഫി സലാസത്തിൻ വ ഇശ്രീൻ യൂലിയു സനത്ത സിത്തത്തിൻ വ തിസ്ഈൻ വ തിസ്ഇ അശറ മിഅ മീലാദിയ, 1996 ജൂലൈ 23 അദ്ദേഹം മരണപ്പെട്ടു. യൂലിയു എന്ന് പറഞ്ഞാൽ ജൂലൈ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 1996 ജൂലൈ 23 ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ എന്നവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി അദ്ദേഹം മരണപ്പെട്ടു. ഏത് രീതിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്? താരിക്കൻ, അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട്, ഖസാനത്തൻ, ഒരു ഖജനാവിനെ. എന്തിനാലുള്ള ഖജനാവാണത്? മിനൽ കുതുബി, ഒരുപാട് ഗ്രന്ഥങ്ങളാൽ നിറഞ്ഞ ഒരു ഖജനാവ്. വൽ മഖാലാത്തിൽ അദീദ, ഒരുപാട് ലേഖനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ഖജനാവ്. വൽ ബുഹൂസിൽ മുതനവ്യ, വൈവിധ്യമാർന്ന ഒരുപാട് ഗവേഷണങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ഖജനാവ്. ആ ഖജനാവിനെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ഈ ലേഖനങ്ങളും ഈ പുസ്തകങ്ങളും ഈ ഗവേഷണങ്ങളുമൊക്കെ ഫിൽ ലുഗത്തിൽ മലയാളമിയ, അത് മലയാള ഭാഷയിലുണ്ട്. വൽ അറബിയ, അറബി ഭാഷയിലുണ്ട്. വൽ ഇംഗ്ലീസിയ, ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. വൽ ഉർദുവിയ, ഉറുദു ഭാഷയിലുമുണ്ട്. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, അറബി, ഉറുദു ഭാഷകളിൽ രചിക്കപ്പെട്ട വ്യത്യസ്തമായ ഗവേഷണ പ്രബന്ധങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇവയൊക്കെ അടങ്ങിയ ഒരു വലിയ ഖജനാവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ എന്നവർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയത്. താരിക്കൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചുകൊണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഖസാനത്ത് എന്ന് പറഞ്ഞാൽ ഖജനാവ്. അപ്പോൾ താരിക്കൻ ഖസാനത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ഖജനാവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും യാത്രയായത്. ആ ഖജനാവ് മിനൽ കുതുബി വൽ മഖാലാത്തിൽ അദീദ വൽ ബുഹൂസിൽ മുതനവ്യ, ഒരുപാട് വ്യത്യസ്തമായ പ്രബന്ധങ്ങളെ കൊണ്ടും ഒരുപാട് ലേഖനങ്ങളെ കൊണ്ടും ഒരുപാട് ഗ്രന്ഥങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ് ആ ഖജനാവ്. അങ്ങനെയുള്ള ഒരു ഖജനാവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയായത്. ഈ ലേഖനങ്ങളാകട്ടെ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളാകട്ടെ അവയാണെങ്കിലോ
അത് ഫിൽ ലുഗത്തിൽ മലയാളമിയ, അത് മലയാള ഭാഷയിലുണ്ട്. വൽ അറബിയ, അറബി ഭാഷയിലുമുണ്ട്. വൽ ഇൻജിലിസിയ, ഇംഗ്ലീഷ് ഭാഷയിലുമുണ്ട്. വൽ ഉർദുവിയ, ഉർദു ഭാഷയിലുമുണ്ട്. അപ്പോൾ വലിയ വിജ്ഞാന സമ്പത്തിനെ അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത് എന്നർത്ഥം. ഇനി കാന മുഹിയുദ്ദീൻ ആലുവായി, മുഹിയുദ്ദീൻ ആലുവായി എന്നവരായിരുന്നു മിനൽ ഉലമാഇൽ ഹുനൂദ്, ഇന്ത്യയിലെ മഹാന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു, ഇന്ത്യയിലെ പ്രമുഖന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. അല്ലദീന, എങ്ങനെയുള്ള മഹാന്മാരാണ് അവർ? ജഅലുൽ ലുഗത്തൽ അറബിയ, അവർ അറബി ഭാഷയെ ആക്കി മാറ്റി. ജഅല എന്ന് പറഞ്ഞാൽ ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ അറബി ഭാഷയെ ആക്കി മാറ്റി. ഹദുഫഹുമുൽ മൻഷൂദ്, അവരുടെ മുഖ്യമായ ലക്ഷ്യം. ഹദുഫ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, അൽ മൻഷൂദ് എന്ന് പറഞ്ഞാൽ മുഖ്യമായ. അപ്പോൾ അറബി ഭാഷയെ അവരുടെ മുഖ്യ ലക്ഷ്യമാക്കി മാറ്റിയ ഇന്ത്യയിലെ മഹാന്മാർ, ഇന്ത്യയിലെ പ്രമുഖന്മാർ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മുഹിയുദ്ദീൻ ആലുവ എന്നവർ. ഏത് കാലത്ത്? ഫിൽ ഖർനിൽ ഇശ്രീൻ, 20-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയെ തങ്ങളുടെ മുഖ്യ ലക്ഷ്യമാക്കി മാറ്റിയ പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മുഹിയുദ്ദീൻ ആലുവ എന്നവർ. വക്കാനത്ത് ഷഖ്സിയത്തുഹു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു മുതമത്യാത്തൻ, അത് സമ്പന്നമായിരുന്നു. ബി മവാഹിബ അദീദത്തിൻ, ഒരുപാട് കഴിവുകളെ കൊണ്ട്. വ മുമയ്യിസാത്തിൻ മുഖ്തലിഫത്തിൻ ഫിൽ കിതാബത്തി വൽ ഖിതാബത്തി വദ്ദഅവത്തി, പ്രബോധനത്തിലും പ്രസംഗത്തിലും എഴുത്തിലും വ്യത്യസ്തമായ സവിശേഷതകളെ കൊണ്ടും സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. ഷഖ്സിയത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. മൗഹിബത്തുൻ ജമ്മ് മവാഹിബ് അഥവാ സ്കിൽ, കഴിവ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുമയ്യിസാത്ത് എന്ന് പറഞ്ഞാൽ പെക്കുലാരിറ്റി, സവിശേഷതകൾ. അൽ ഖിതാബത്ത് എന്ന് പറഞ്ഞാൽ പ്രസംഗം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധനം. അപ്പോൾ വക്കാനത്ത് ഷഖ്സിയത്തുഹു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിരുന്നു മുതമത്യാത്തൻ, വളരെ സമ്പന്നമായിരുന്നു. ബി മവാഹിബ അദീദ, ഒരുപാട് കഴിവുകളെ കൊണ്ട്. വ മുമയ്യിസാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ സവിശേഷതകളെ കൊണ്ടും. ഏതൊക്കെ മേഖലകളിൽ? ഫിൽ കിതാബത്തി, എഴുത്ത് മേഖലയിൽ. വൽ ഖിതാബത്തി, പ്രസംഗ മേഖലയിൽ. വദ്ദഅവത്തി, പ്രബോധന മേഖലയിൽ. ഈ 3 മേഖലകളിലും വ്യത്യസ്തമായ സവിശേഷതകളെ കൊണ്ടും ഒരുപാട് കഴിവുകളെ കൊണ്ടും സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. വക്കാന ലഹു, അദ്ദേഹത്തിനുണ്ടായിരുന്നു ദൗറുൻ കബീറുൻ, വലിയ പങ്ക്. ദൗർ എന്ന് പറഞ്ഞാൽ റോള് അഥവാ പങ്ക്. വക്കാന ലഹു ദൗറുൻ കബീറുൻ, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഫി തൗസീഖിൽ അലാഖാത്തി ബൈനൽ ഹിന്ദി വ ബിലാദിൽ അറബ്, ഇന്ത്യയുടെയും അറബ് ദേശത്തിൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് പങ്കുണ്ടായിരുന്നു. തൗസീഖ് എന്ന് പറഞ്ഞാൽ ദൃഢമാക്കുക എന്നർത്ഥം. അൽ അലാഖാത്ത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ, റിലേഷൻസ്. അപ്പോൾ വക്കാന ലഹു, അദ്ദേഹത്തിനുണ്ടായിരുന്നു ദൗറുൻ കബീറുൻ, വലിയ പങ്ക്. ഫി തൗസീഖിൽ അലാഖാത്തി, ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതിൽ. ആര് തമ്മിലുള്ള ബന്ധം? ബൈനൽ ഹിന്ദി, ഇന്ത്യയുടെയും വ ബിലാദിൽ അറബി, അറബ് ദേശത്തിൻ്റെയും ഇടയിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മുഖ്യമായ ഭാഗം. ഇനി നമുക്ക് മുഹിയുദ്ദീൻ ആലുവ എന്നവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനകളെക്കുറിച്ചും നമുക്ക് പരിചയപ്പെടാം. മനാസിബുഹു, അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൻസിബ് എന്നതിൻ്റെ ബഹുവചനമാണ് മനാസിബ് എന്നുള്ളത്, അഥവാ സ്ഥാനങ്ങൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനാസിബുഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ. 1
ഉസ്താദുൻ ഫി കുല്ലിയത്തി റൗലത്തുൽ ഉലൂം. റൗലത്തുൽ ഉലൂം എന്ന കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. 2 മുദീഉൻ ഫി ഇദാഅത്തി ഉമൂമിൽ ഹിന്ദ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ സംപ്രേഷകനായിരുന്നു അദ്ദേഹം. ഇദാഅത്ത് എന്ന് പറഞ്ഞാൽ റേഡിയോ, മുദി എന്ന് പറഞ്ഞാൽ സംപ്രേഷകൻ. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ സംപ്രേഷകനായിരുന്നു അദ്ദേഹം. 3 ഉസ്താദുൻ ഫി ജാമിൽ അസ്ഹരി ഷരീഫ്. ഈജിപ്തിലെ പ്രശസ്ത കലാലയമായ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. 4 റഈസു തഹ്രീർ ലി മജല്ലത്തി സൗത്തിൽ ഹിന്ദ് അല്ലത്തി തുസ്ദറു മിൻ സഫാറത്തിൽ ഹിന്ദ് ബി മിസ്ർ. റഈസു തഹ്രീർ, അദ്ദേഹം ചീഫ് എഡിറ്റർ ആയിരുന്നു. റഈസു തഹ്രീർ എന്ന് പറഞ്ഞാൽ ചീഫ് എഡിറ്റർ. ലി മജല്ലത്തി സൗത്തിൽ ഹിന്ദ്. സൗത്തിൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ആ മാഗസിൻ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈജിപ്തിൽ നിന്നാണ്. അല്ലത്തി തുസ്ദറു മിൻ സഫാറത്തിൽ ഹിന്ദ് ബി മിസ്ർ. ഈജിപ്തിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അല്ലത്തി, ആ സൗത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന മാഗസിൻ, അത് തുസ്ദറു, അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മിൻ സഫാറത്തിൽ ഹിന്ദ്, ഇന്ത്യൻ എംബസിയിൽ നിന്നാണ്. സഫാറത്തിൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എംബസി, ഇന്ത്യൻ എംബസി. ബി മിസ്ർ, ഈജിപ്തിലുള്ള. അപ്പോൾ ഈജിപ്തിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന സൗത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ റഈസുൻ മുസ്തഷാറുൻ ബി ജരീദത്തി അൽ ഖലീജ് അൽ യൗം ബി ഖത്തർ. ഖത്തറിലെ അൽ ഖലീജ് അൽ യൗം എന്ന പത്രത്തിൻ്റെ ചീഫ് അഡ്വൈസർ ആയിരുന്നു. റഈസ് മുസ്തഷാർ എന്ന് പറഞ്ഞാൽ ചീഫ് അഡ്വൈസർ, പ്രധാന ഉപദേഷ്ടാവ്. അപ്പോൾ ഇത്രയധികം വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് പരിചയപ്പെടാം. മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിൻ്റെ രചനകൾ. മുഅല്ലഫത്ത് എന്ന് പറഞ്ഞാൽ രചന എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ബഹുവചനമാണ് മുഅല്ലഫാത്ത്. അപ്പോൾ മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിൻ്റെ രചനകൾ. 1 അദ്ദഅവത്തുൽ ഇസ്ലാമിയ്യ വ തതവ്വുറുഹ ഫി ഷിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ. ഇസ്ലാമിക പ്രബോധനവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിൻ്റെ വളർച്ചയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഡോക്ടറേറ്റിന് വേണ്ടി സമർപ്പിച്ച പ്രബന്ധമായിരുന്നു ഇത്. 2 അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ, ഇന്ത്യൻ മോഡേൺ ലിറ്ററേച്ചർ. അദബ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ അഥവാ സാഹിത്യം, അൽ മുആസിർ എന്ന് പറഞ്ഞാൽ മോഡേൺ. അപ്പോൾ ഇന്ത്യൻ മോഡേൺ ലിറ്ററേച്ചർ എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു കൃതി എഴുതിയിട്ടുണ്ട്. 3 അൽ ഇസ്ലാം വ ഖലായൽ ഇൻസാനിയ, ഇസ്ലാമും മാനുഷിക പ്രശ്നങ്ങളും എന്ന പേരിൽ മറ്റൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 4 ചെമ്മീൻ. ചെമ്മീൻ എന്നുള്ളത് മുതർജമത്തുൻ, അത് മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എന്ന് പറയുന്ന കൃതിയെ മുഹിയുദ്ദീൻ ആലുവായി അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. 5 അൻ നുബുവത്തുൽ മുഹമ്മദിയ വ മുഫ്തറയാത്തിൽ മുസ്തശ്രിഖീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും ഓറിയന്റലിസ്റ്റുകളുടെ പൊള്ളത്തരവും എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു കൃതി എഴുതിയിട്ടുണ്ട്. 6 മുസാഹമത്ത് ഉലമായിൽ ഹിന്ദ് ഫി ഖിദ്മത്തിൽ ലുഗത്തിൽ അറബിയ വാദാബിഹ, അറബി ഭാഷയിൽ ഇന്ത്യൻ ഉലമാക്കൾ, ഇന്ത്യൻ പണ്ഡിതന്മാർ നിർവഹിച്ച സംഭാവനകൾ എന്ന വിഷയത്തിൽ മറ്റൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 അസ്സഖാഫത്തുൽ അറബിയ ഫി ഷിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അറേബ്യൻ സംസ്കാരം. അസ്സഖാഫ എന്ന് പറഞ്ഞാൽ സംസ്കാരം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അറേബ്യൻ സംസ്കാരം എന്ന പേരിൽ മറ്റൊരു കൃതിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 8 പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം, 9 ദ എസൻസ് ഓഫ് ഇസ്ലാം. ഇവ രണ്ടും അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ
പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ എക്സസൈസുകളാണ് ഉള്ളത്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.